ഇത് നമ്മൾ മിക്സ് ചെയ്യാനുള്ള കാണിക്കാം. ഓക്കെ, ഇത് ഈ ലെയർ ഇങ്ങനെ വലിച്ചടിയിലേക്ക് ഇടും, അപ്പോൾ മിക്സ് ആയിട്ട് തന്നെ വീഴും. അതെ, നമ്മൾ ഓരോ ലെയർ ഓരോ ഐറ്റംസ് ഇടുക കാരണം കൂട്ടുമ്പോൾ തന്നെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഹലോ നമസ്കാരം, വെക്കോൺ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള കൃഷ്ണ കാറ്റിൽ ഫീൽഡിലാണ് കേട്ടോ. ഏറ്റവും ചിലവ് കുറവിൽ എങ്ങനെ ഒരു ഫാം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും സഹായകരമാവുന്നൊരു വീഡിയോ ആണിത്. 300 രൂപയ്ക്ക് 45 കിലോ കാലിത്തീറ്റയാണ് ഇവർ ഇവിടുന്ന് കൊടുക്കുന്നത്, മിക്സഡ് കാലിത്തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നമ്മോട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് ഇതിൻ്റെ ഓണർമാരായ നമ്മുടെ സതീശൻ ചേട്ടൻ്റെ മോൻ സനലുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇവരോട് തന്നെ ചോദിച്ചിട്ട് അറിയാം. സതീശൻ ചേട്ടാ, ഇങ്ങനത്തെ ഈ ഒരു കാലിത്തീറ്റയുടെ സംരംഭം തുടങ്ങാനുള്ള കാരണം എന്താണ്? സംരംഭം തുടങ്ങാനുള്ള കാരണം നമ്മൾ തീറ്റ ചെലവ് കുറയ്ക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് തുടങ്ങിയത്. അതുപോലെ തന്നെ ഫാം കർഷകർക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടങ്ങാൻ വീട്ടിൽ വല്ല ഫാം എന്തെങ്കിലും ചെയ്തിരുന്നു? നമ്മൾ വീട്ടിൽ ഫാം നടത്തുന്നുണ്ട്. ഒരു 30 പശുവിൻ്റെ ഫാമുണ്ട്. പിന്നെ ആട്, കോഴി, പോർക്ക് എല്ലാത്തിനും തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തീറ്റയാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. അതിന് കൊടുത്തിട്ട് പശുവിന്റെ പാല് കൂടെ കുറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാല് കൂടുന്നുണ്ട്. മറ്റേ പെല്ലറ്റിന്റെ അളവ് കുറച്ച് നമുക്ക് പൈസ ലാഭിക്കാനും പറ്റും. അതുപോലെ ആരോഗ്യത്തിനോ മറ്റുള്ള യാതൊരു കുഴപ്പമുള്ള പശുക്കൾക്കില്ല. അല്ല, അപ്പം ചോദിക്കട്ടെ, അപ്പൊ ഇത് ഈ തീറ്റ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ പല്ലറ്റ് വേറെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പല്ലറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് കൊടുത്തോണ്ടിരിക്കണ്ടേ. അത് അതായത് പല്ലറ്റിന്റെ അളവ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കുറച്ചു. 80% അളവ് നമുക്ക് കുറച്ചിട്ട് ഈ തീറ്റ നന്നായി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തീറ്റയുടെ വില എന്ന് പറയുന്നത് 45 കിലോന്റെ ചാക്കിന് 300 തന്നെയാണോ എല്ലാത്തിനുള്ളത്? അതെ, എല്ലാത്തിനും 300 രൂപയായിട്ട് കൊടുക്കും. അല്ല, അപ്പൊ ഇത് ഇപ്പൊ ഈ പോത്തിനുള്ളതായാലും പശുവിനുള്ളതായാലും ഒക്കെ തീറ്റയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? തീറ്റയിൽ വ്യത്യാസം പോത്തുകൾക്കും പോർക്കുകൾക്കും നമ്മൾ ഈ വൈറ്റ് കപ്പ കുറച്ച് കൂടുതൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നാൽ വില എല്ലാത്തിനും സെയിം തന്നെയാണ്? വില എല്ലാത്തിനും സെയിം ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പോത്തുകൾക്ക് അങ്ങനെ കൊടുക്കുന്നത് ഈ ശരീരഭാരം കൂടാനായിട്ട്, ശരീരഭാരം കൂടാൻ ഇറച്ചി പെട്ടെന്ന് കയറാനുള്ള ഇതിനാണ് നമ്മൾ ഈ കപ്പ കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ പലർക്കും ഉണ്ടായിരിക്കുന്ന സംശയമാണ് ഈ മുട്ടക്കോഴികൾക്ക് നമുക്ക് ഈ തീറ്റ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം, ഒരു കുഴപ്പമില്ല, നല്ല തീറ്റയാണ്. കുഴപ്പമില്ല മീൻസ് മുട്ട കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. മുട്ട കിട്ടും, മുട്ട പ്രശ്നമില്ല. നമ്മുടെ വീട്ടിലെ ഫാമിൽ കോഴികളുണ്ട്, അവർക്കും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിലിപ്പോ നിങ്ങൾ പല ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് ഈ തീറ്റ ഉണ്ടാക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് കൂടി ഒന്ന് പറയാമോ? ഇതില് മെയിനായിട്ട് ബ്രൗൺ കപ്പ, വൈറ്റ് കപ്പ, ചോളത്തവിട്, ചോളമാവ്, പിന്നെ ഹെർബൽ മിക്സ്, ആവിൽ തവിട്, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ഇതിന് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്തോണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മിക്സിങ്ങിലും ഉപ്പും മഞ്ഞളും ഉണ്ട്. അല്ല, അപ്പൊ ഈ ഹെർബൽ മിക്സ് സാധാരണ ബിയർ വേസ്റ്റ് ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് മിക്സിങ്ങിൽ കണ്ടേക്കുന്നത്. അപ്പൊ ഈ ബിയർ വേസ്റ്റ് മാറ്റി ഹെർബൽ മിക്സ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ബിയർ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മണം വരുന്നുണ്ട്. പിന്നെ തന്നെ എല്ലാ പശുക്കൾക്കും മതിലക്ഷണത്തിന് കുറവ് വരുന്നുണ്ട് എന്നൊക്കെ ചെറിയ ഇത് ആൾക്കാർക്ക് സംശയമുണ്ട്. അത് പിന്നെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രോട്ടീൻ ഇത് കൂടിയിട്ടാണ് ഈ ഹെർബൽ മിക്സ് നമ്മൾ ചേർത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ലാസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ സംഭവം ഇപ്പൊ ഹെർബൽ മിക്സ് ആയാലും മറ്റുള്ള ഈ മിക്സ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആവശ്യാനുസരണം കിട്ടുന്നതെന്ന് കൂടി ഒന്ന് പറയാമോ? ഇത് നമ്മള് ഗുജറാത്തിൽ നിന്നാണ് മെയിനായിട്ട് വലിയ ലോഡ് കൊണ്ടുവരുന്നത്. കണ്ടെയ്നറിൽ ഇതിലാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നാണ് മെയിനായിട്ട് എത്തിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരും, നിങ്ങൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇവിടുത്തെ തീറ്റ എന്തൊക്കെയാണ് മിക്സ് ചെയ്യണ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ഈ കിടക്കുന്ന ഇതൊക്കെ എന്താണ് തവിട് പോലെ കിടക്കുന്നത്? ഇത് കപ്പ അരച്ചത്, ബ്രൗൺ കപ്പ എന്ന് പറയുന്നത്. ബ്രൗൺ കപ്പ മൊത്തമായിട്ട് അരച്ച് വരുന്നതാണ് ഈ ബ്രൗൺ കപ്പ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചെറിയൊരു നനവുണ്ടാവും അല്ലേ? ചെറിയൊരു ഈർപ്പുണ്ടാവും, കാരണം ഇത് അങ്ങനെ അരച്ച് വരുന്നതാണല്ലോ, മെഷീനിൽ അരച്ച് കാരണം അങ്ങനെ ചെറിയൊരു ഇതുണ്ടാവും. ഓക്കെ, പിന്നെ അടുത്ത സാധനം ഇത് ചോളമാവ്. നമ്മളിത് ചോളമാവ് ഇതിൽ മിക്സ് ചെയ്യണതാണ് ചോളമാവ്. ഓക്കെ, അല്ലേ, ഇത് ചോളമാവാണ്. പശുക്കൾക്ക് നല്ല ആരോഗ്യത്തിനും നല്ല പറ്റിയ ചോളമാവാണത്. ഓക്കെ, അടുത്ത ഐറ്റം പിന്നെ ഹെർബൽ മിക്സ്. ഇതാണ് ഹെർബൽ മിക്സ് അല്ലേ? ഹെർബൽ തവിട്. ഓക്കെ, ഇതാണ് ധാന്യങ്ങൾ പൊടിച്ചുണ്ടാക്കുന്നത്. ഹെർബൽ മിക്സ്, അതായത് നിങ്ങൾ ബിയർ വേസ്റ്റിന് വരെ ഉപയോഗിക്കുന്ന സാധനം ഹെർബൽ മിക്സ് ആണ്. ഇത് ഡ്രൈ സാധനമാണ്. കപ്പലത്തെ പോലെ ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വലിച്ചെടുത്ത് ഡ്രൈ പോലെ. ഓക്കെ, ഇതിനുള്ള ചെറിയ നനവ് ഇത് സാധനം ഇടുമ്പോൾ വലിച്ചെടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ, തവിട് പോലെ തന്നെ ധാന്യങ്ങൾ പൊടിച്ചതാണ് ഹെർബൽ. ഓക്കെ, വേറെ ഇനി മിക്സ് ചെയ്യണ സാധനങ്ങൾ? വേറെ മിക്സ് ചെയ്യണത് ഇത് അവിൽ തവിട്,
അവൽത്തവിടാണ് ഇത്. ഇവിടെ ഒരു ഇത്തിരി ലൈറ്റിന്റെ കുറവുണ്ട് കേട്ടോ. ഇത് അവിൽത്തവിട്, നമ്മൾ സാധാരണ അവിൽത്തവിട്. അതെ ഇത് ചോളത്തുണ്ട്. ഇത് ചോളത്തുണ്ട്. ചെയ്യാൻ വേണ്ടിട്ട് അതാണ്. ഓക്കെ ഓക്കെ. പിന്നെ വൈറ്റ് കപ്പ. മറ്റേത് ബ്രൗൺ കപ്പ, ഇത് വൈറ്റ് കപ്പ. ഇത് വൈറ്റ് കപ്പ, ഇത് ഫ്രഷ് കപ്പ മാത്രം. മറ്റേത് മിക്സ് ചെയ്തിട്ടുള്ള ബ്രൗൺ കപ്പ. ഓക്കെ ഓക്കെ. ഒറിജിനൽ കപ്പ ഈ ഇവിടെ കൂട്ടിയിട്ട് എന്തൊക്കെ ഇതിന്റെ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്താണ്. ഓക്കെ. ഇതെന്ത് അതില് മിക്സ് ചെയ്യാനായിട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്. ഇത് ഉപ്പ്. ഓക്കെ. ഇതെല്ലാം ഇതാക്കി നിങ്ങൾ മിക്സ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ. ഈ കൂട്ടിയിട്ടേക്കുന്നത് മിക്സ് ചെയ്തതാണോ? ഇതാണ് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ബെഡ് ഇടുക എന്ന് പറയും. ഓരോ ഐറ്റംസ് ഓരോ ലെയറായിട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ചാക്കിലാക്കുന്നത്. ഓക്കെ ഓക്കെ. ഒന്ന് മിക്സ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? ഈ ചേട്ടനാണോ മിക്സ് ചെയ്യുന്ന ആള്? അത് നമ്മൾ മിക്സ് ചെയ്യാനുള്ള കാണിക്കാം. ഓക്കെ. ഇത് ഈ ലെയർ ഇങ്ങനെ വലിച്ചടിയിലേക്ക് ഇടും, അപ്പൊ മിക്സ് ആയിട്ട് തന്നെ വീഴും. അതെ അതെ. നമ്മൾ ഓരോ ലെയർ ഓരോ ഐറ്റംസ് ഇടുക കാരണം അത് കൂട്ടുമ്പോൾ തന്നെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഇത് അതിന്റെ മുകളിലേക്കുള്ള ഹെർബൽ തവിട്. ഏതെങ്കിലും ഈർപ്പത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ. ഇതൊക്കെ കൂടി ഇങ്ങനെ കൊണ്ടിട്ടിട്ട് അത് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്കറ്റ് ആക്കും. ഓക്കെ. ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്കൂടെ ചോദിച്ചു, ഇപ്പൊ ഇതില് നേരത്തെ നമ്മൾ പറയണ്ട, ഇപ്പൊ പോത്തിനൊക്കെ കൊടുക്കണത് ശരിക്കും പറഞ്ഞാൽ ഈ വൈറ്റ് കപ്പൊക്കെ കൂട്ടിയാണ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വൈറ്റ് കപ്പൊക്കെ കൂട്ടുമ്പോ ഇതിപ്പോ എല്ലാവരും ഒരേപോലെ മിക്സ് ആയിട്ട് വരാം. വൈറ്റ് കപ്പ നമ്മൾ പോത്തിനും പോർക്കിനൊക്കെ പറഞ്ഞു വാങ്ങുന്നവർക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കൊടുക്കണം. വൈറ്റ് കപ്പ കൂട്ടി ഇട്ട് കൊടുക്കും. ഓക്കെ. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാക്കറ്റ് ആക്കാം. ഓക്കെ. അതുപോലെ നേരത്തെ നമ്മൾ ചോദിക്കാൻ വിട്ട ഒരു കാര്യമുണ്ട്, ഇതിപ്പോ എത്ര ദിവസമാണ് ഇതിന്റെ ലൈഫ്? എത്ര ദിവസം ഇരിക്കും? 25 ദിവസം വരെ നമുക്ക് പാക്കറ്റ് ആക്കി ഇരിക്കാം. 25 ദിവസം വരെ. ഇപ്പൊ നിങ്ങളോട് കൊടുക്കുന്ന പാക്ക് 25 ദിവസം വരെ ഇരിക്കും, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മിക്സ് ആയിട്ടുള്ള തീറ്റ. ഇതാണ് നമ്മൾ ചാക്കിൽ നിറയ്ക്കാൻ പോകുന്നത്. ഓക്കെ. ചാക്കിൽ നമ്മൾ ആദ്യം ഈ പ്ലാസ്റ്റിക് കവർ ഉള്ളിൽ ഇറക്കിയിട്ട് ആണ് ഇതിൽ എയർ കിടക്കാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ കവറിൻ്റെ ഉള്ളത്താണ് ഇതിടുന്നത്. ഈ കവറ് സൂക്ഷിക്കണം അല്ലേ? കവറ് പൊട്ടാതെ, പൊട്ടിക്കഴിഞ്ഞാൽ എയർ കടന്ന് അല്ല എന്തെങ്കിലും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ കവറിലിടുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ചാക്ക് തീറ്റ ഉണ്ടാക്കുന്നത്. ചാക്ക് തീറ്റ നമ്മൾ മിക്സ് ചെയ്തിട്ട് പാക്കറ്റാക്കി കൊടുക്കണം. 45 കിലോന് വെറും 300 രൂപ ഉള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ കൊണ്ടുവന്നത് കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇതിപ്പോ കേരളത്തിന്റെ എല്ലായിടത്തേക്കും നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ടോ? എവിടേക്കൊക്കെ ആവശ്യപ്പെട്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പൊ അതിന് വേറെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേറെ? ട്രാൻസ്പോർട്ട് ചാർജ് വേറെ വരും. അപ്പൊ എത്ര ചാക്ക് മിനിമം എടുക്കണം എന്നൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എത്ര വേണമെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജ് അവർ വഹിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിൽ എവിടെ എത്തിച്ചു കൊടുക്കും. എവിടെയാണെങ്കിൽ നമ്മൾ 45 കിലോ തൂക്കി പാക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ. 35 കിലോ ആയിട്ടുള്ളൂ. 45 കിലോന്റെ ഓക്കെ. നമ്മളിത് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഇതൊരു ചാക്ക് മേടിക്കണം. അതായത് ഇതിങ്ങനെ കുത്തി തന്നെ വെക്കണം. നീർത്തി തന്നെ വെക്കണം. നിവർത്തി വെക്കുക. ഈ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് കവർ പൊട്ടാതെ സൂക്ഷിക്കും. ഇതാണ് നമ്മൾ ഈ കവറെല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളത് പിന്നെ ഓണാക്കില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കൃഷ്ണ കാറ്റിൽ ഫീഡ് ചാക്കിനുള്ളിലായിട്ടുണ്ട്. ചേട്ടാ, ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ തീറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തീറ്റ കിട്ടാൻ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. 2 നമ്പറിൽ വിളിച്ചാൽ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ എടുക്കും. അതുപോലെ തീറ്റ 24 പേർക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നതാണ്. കൂടുതൽ വേണ്ടുന്നവർക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1-2 ചാക്ക് വേണ്ടവർക്ക് ഇവിടെ വന്നെടുക്കുന്നത് ലാഭം, അല്ലെങ്കിൽ വണ്ടിക്കാശ് എക്സ്ട്രാ വരുന്നതാണ്. അതാണ് അതിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ.
അപ്പോൾ എന്തായാലും 24 മണിക്കൂറും ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. എടുക്കണം കേട്ടോ, തിരിച്ചു വിളിക്കും. ഓക്കെ, അപ്പോൾ പറയാനുള്ളത് ഇതാണ്, ഞാൻ ഈ തീറ്റ ഇതുവരെ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്, പാലൊക്കെ കൂടുതൽ കിട്ടണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഫാമിലിക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, കൂടുതൽ പശുക്കളോ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ചാക്കൊക്കെ മേടിച്ച് കുറച്ച് മൃഗങ്ങൾക്ക് കൊടുത്ത് ഒന്ന് പരീക്ഷണാർത്ഥം ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ മാത്രം കൂടുതൽ മേടിച്ച് ഉപയോഗിക്കുക. അല്ലാതെ ഒരു ലോട്ടായിട്ട് കൂടുതലായിട്ട് വന്ന് വില കുറവിന് കിട്ടേണ്ടതാണെന്ന് വിചാരിച്ചിട്ട് കുറേ മേടിച്ചുകൊണ്ട് സ്റ്റോക്ക് ചെയ്യരുത്. 20 ദിവസം 25 ദിവസമാണ് ഇതിൻ്റെ മാക്സിമം എക്സ്പയറി ഡേറ്റ്. അത് കഴിയുമ്പോൾ ഇത് പിന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ യൂസേജ് വരുന്നതിനനുസരിച്ച് മാത്രം ഇത് വാങ്ങുക, ഉപയോഗിക്കുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ കോഴികൾക്കൊക്കെ കൊടുക്കുമ്പോൾ, മുട്ടക്കോഴികൾക്കൊക്കെ കൊടുക്കുമ്പോൾ 1-2 കോഴികൾക്കൊക്കെ നിങ്ങൾ കൊടുത്ത് നോക്കിക്കോളൂ. എന്നിട്ട് അതിന് റിസൾട്ട് കിട്ടണമെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാവൂ. കാരണം കോഴികൾക്ക് തീറ്റയൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുപോലെ പശുക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ പെല്ലറ്റ് കുറയ്ക്കാം, പെല്ലറ്റിൻ്റെ അളവ് കുറയ്ക്കുക. പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് ഈ തീറ്റ മാത്രമായിട്ട് കൊടുത്ത് ഒരിക്കലും മുന്നോട്ട് പോകരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് മോസ്കോ റോട്ടിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല നേരിട്ട് ഇവിടെ വരാം. കാരണം നമ്മുടെ പല വീഡിയോയിലും പലരും പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്തിനാണ് വിളിച്ചാൽ കിട്ടാത്ത നമ്പർ കൊടുക്കണേന്ന്. ഇവർ ചിലപ്പോൾ തിരക്കിലായി പോകുമ്പോഴാണ് ഈ കോളൊന്നും ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.